നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാര് രണ്ടുപേര് കല്യാണം കഴിച്ചു. 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞ് ലഭിക്കുന്നു. അതിപ്പോ ദൈവം തന്നൊന്നും അധികാരമൊന്നും പറയാറില്ല. അതിപ്പോ കല്യാണം കഴിച്ചു, ഭാര്യയും ഭർത്താവുമായി, അവർക്കൊരു കുഞ്ഞുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ വിവാഹം കഴിഞ്ഞൊരു 10 വർഷം 15 വർഷം 20 വർഷം മക്കളില്ലായിരുന്നു, സങ്കടപ്പെട്ട് നടന്നു വന്നിട്ട് 10-15 വർഷം കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞിനെ ലഭിച്ചു. അപ്പൊ കുഞ്ഞിന്റെ അപ്പനും അമ്മയും എന്ത് പറയും? ദൈവം തന്ന കുഞ്ഞാന്ന് പറയും. 1-ാം വർഷം തരുന്നതും ദൈവം തരുന്നത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ബുദ്ധി പറയൂ, അതിപ്പോ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കുഞ്ഞ് ജനിച്ചു, അതിലിപ്പോ ദൈവത്തെ കൂട്ടുപിടിക്കാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷെ കിട്ടാതിരുന്നൊരു നഷ്ടത്തിലൂടെ കടന്നു പോയിട്ട് കിട്ടുമ്പോ നമ്മളെല്ലാവരും വാദോരാതെ പറയും ഇത് ദൈവം തന്നതാ. ഒരു വൈറൽ ഫീവർ പിടിച്ച് 5 ദിവസം വെറുതെ കിടന്നിട്ട് പനി മാറി കഴിയുമ്പോൾ നമ്മൾ പറയും ആന്റിബയോട്ടിക് എടുത്തുകൊണ്ട് മാറിയതാണെന്ന്. മാരകമായ ക്യാൻസർ രോഗം വന്നിട്ട് അത്ഭുതകരമായിട്ട് സുഖപ്പെട്ട നമ്മൾ പറയും ദൈവം സുഖപ്പെടുത്തിയതാണ്. ചെറുപ്പ വലുപ്പങ്ങളുടെ അന്തരം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ളതാണ്. ഇത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും ശത്രു സൈന്യങ്ങൾക്കെതിരെ ചെറിയ അംഗസംഖ്യ കൊണ്ടാണ് ഇസ്രായേലിന് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഇസ്രായേലിന് അറിയാം എപ്പോഴും ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല, ആ ദൈവത്തിന്റെ. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരുത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. ഇന്ന് നമ്മൾ ശത്രു സൈന്യത്തിനെതിരെ യുദ്ധങ്ങളൊന്നും അല്ലെങ്കിൽ കൂടി നമുക്കറിയാം ഈ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളോട് പടവെട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്, ലോകം വെച്ച് നീട്ടുന്ന പാപത്തിൻ്റെതായ മേഖലകളെല്ലാം ഉണ്ട്. നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും ഒന്നും ഒരിടത്തും എത്തിക്കാനായിട്ട് നമുക്ക് പറ്റണില്ല. കാരണം നമ്മുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഇഷ്ടം പോലെയാണ്. ദൈവമായ കർത്താവ് പറയുക, നിന്റെ മുമ്പിലുള്ള ശത്രു എത്ര വലുതാകട്ടെ എന്ന് വെച്ചാൽ നിന്റെ മുമ്പിലുള്ള തടസ്സം എത്ര വലുതാകട്ടെ, വിജയം നൽകുന്നത് കർത്താവാണ്. നിനക്ക് വേണ്ടി പടവെട്ടുന്നത് കർത്താവാണ്.